സീപ്ലെയിനിൽ വിവാദം സൃഷ്ടിക്കാനുള്ള ശ്രമം ചില ലോബികൾ നടത്തുന്നുവെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. നാടിന് ഗുണകരമായ കാര്യങ്ങളിൽ അള്ളുവയ്ക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. നേരത്തെ സീപ്ലെയിനിൽ വേണ്ടത്ര ഹോംവർക്ക് ചെയ്തില്ല. സംസ്ഥാനത്ത് ഡാമുകൾ കേന്ദ്രീകരിച്ച് സീപ്ലെയിൻ പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞു. വിദേശ സർവകലാശാലയോട് കാണിച്ച അതേ സമീപനമാണ് സീപ്ലെയിനോടും കാണിച്ചതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇപ്പോഴെങ്കിലും അംഗീകരിച്ചതിൽ സന്തോഷമെന്നും ചെന്നിത്തല പറഞ്ഞു. കേൾക്കാം പ്രതികരണം. എന്നാൽ ഇവിടെ വിവാദങ്ങൾ അനാവശ്യമായി സൃഷ്ടിക്കുക എന്നുള്ളൊരു ശ്രമം പൊതുവെ ചില ലോബികൾ നടത്തുന്നു. സീപ്ലെയിനിൽ നേരത്തെ ഉണ്ടായ പ്രശ്നം നമുക്കറിയാം സാർ. വേണ്ടത്ര ഹോംവർക്ക് അതിനകത്ത് നടന്നില്ല. നമ്മൾ പല കാര്യത്തിലും ഹോംവർക്ക് ഇല്ലാതെ പോകുന്നതാണല്ലോ പ്രശ്നം. അപ്പോൾ ഡാമുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സീപ്ലെയിൻ എന്നുള്ള ആശയം മുന്നോട്ട് വന്നു. ഞങ്ങളതിൽ യാത്ര ചെയ്തിരുന്നു. വല്ലാത്തൊരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് കേരളത്തിൽ ഒരുപാട് ഡാമുകളുണ്ട്. അത് ആർക്കും ഒരു തടസ്സവും ഇല്ലാത്ത നിലയിൽ നമുക്ക് നടപ്പിലാക്കാനാവും. സീപ്ലെയിൻ ഡാമിലിറങ്ങി അതിലൂടെ സഞ്ചാരികൾ യാത്രക്കാർ സഞ്ചരിക്കുന്ന നാടിന് ഗുണമാണോ ദോഷമാണോ? നാടിന് ഗുണമാണ്. നാടിന് ഗുണമായ കാര്യത്തിൽ അള്ളുവെക്കുന്ന പണി എന്തിനാണ് സാർ എടുക്കുന്നത്? വിദേശ യൂണിവേഴ്സിറ്റികളെ അന്ന് എതിർക്കുകയും ഇന്ന് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന അതേ നിലപാടാണ് സീപ്ലെയിൻ്റെ കാര്യത്തിലും ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. സർ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ അനിൽകുമാർ മന്ത്രിയായിരുന്നപ്പോഴാണ് ആദ്യമായി സീപ്ലെയിൻ ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതിന് എന്തോ ഒരു എതിർപ്പായിരുന്നു സർ. ഏതായാലും ഇപ്പോൾ മന്ത്രി ആ നയം മാറ്റിയതിൽ സന്തോഷമുണ്ട്. സുനിഷ എല്ലൂർ ചേരുന്നുണ്ട്. സുനിഷ എല്ലൂർ, സീപ്ലെയിനെ ചൊല്ലിയാണ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണെന്ന് തോന്നുന്നു പ്രതിപക്ഷവും ഭരണപക്ഷവും മന്ത്രിയും രമേശ് ചെന്നിത്തലയും ഏറ്റുമുട്ടിയത്. ചുരുക്കത്തിൽ സീപ്ലെയിൻ വരുമോ ഇല്ലയോ സുനിഷ? അത് തന്നെയാണ് ഇന്ന് നിയമസഭയിലും ചോദ്യമായി ഉന്നയിച്ചത് എന്നുള്ളത് തന്നെയാണ്. വിനോദസഞ്ചാര മേഖലയിലെ മാറ്റങ്ങൾ, ഒപ്പം തന്നെ ഏതൊക്കെ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതായിരുന്നു ചോദ്യോത്തരവേളയിൽ ചോദ്യമായി ഉന്നയിക്കുകയും ചെയ്തത്. അതിനിടയിലാണ് ഈ സീപ്ലെയിൻ്റെ സാധ്യത അത് എത്രത്തോളം പരിഗണിക്കുന്നുണ്ട് വിനോദസഞ്ചാര മേഖലയിൽ എന്ന ചോദ്യം കൂടി ഉയരുന്നത്. രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഈ സീപ്ലെയിൻ്റെ സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അന്ന് എതിർത്തിരുന്ന അതേ ആളുകളാണ് ഇന്ന് സീപ്ലെയിനുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നതാണ്. ഒരുപക്ഷെ വിദേശ സർവകലാശാലയ്ക്ക് എടുത്ത അതേ തീരുമാനം പോലെ തന്നെയായിരുന്നു സീപ്ലെയിനോടും അതേ നിലപാടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സീപ്ലെയിനോട് ഈ അംഗീകരിക്കാൻ തോന്നുന്ന നിലപാട് അതിന് സന്തോഷം തോന്നുന്നു എന്ന് കൂടി രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി. പക്ഷേ അതിന് മറുപടിയായാണ് അദ്ദേഹം പറയുന്നത് സീപ്ലെയിൻ്റെ സാധ്യത ഏതായാലും വിനോദസഞ്ചാര മേഖലയിൽ പരിഗണിക്കുമെന്നതാണ്. ഡാമുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സീപ്ലെയിൻ ആയിരുന്നു. കാരണം ഒരുപക്ഷെ നേരത്തെ ഈ ഡാമിൽ സീപ്ലെയിൻ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരികയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു സീപ്ലെയിൻ അങ്ങനെ ചോദിച്ചതിനാണ് മന്ത്രി മറുപടി നൽകുന്നത്. ബീച്ചുകൾ കേന്ദ്രീകരിച്ച് മാത്രമേ സീപ്ലെയിൻ നടത്താൻ പാടുള്ളൂ എന്നത് നിയമത്തിലൊന്നും ഇല്ലല്ലോ എന്നതാണ് മന്ത്രി ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരം പദ്ധതികൾ വരുമ്പോൾ സീപ്ലെയിനുമായി ബന്ധപ്പെട്ട നിരവധി സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് അള്ളുവെക്കാനുള്ള പ്രവർത്തനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ്. അത്തരത്തിലുള്ളൊരു ലോബി തന്നെ പ്രവർത്തിക്കുന്നു. ഈ തരത്തിൽ ഇതിനെയെല്ലാം ഇല്ലാതാക്കാനുള്ള തരത്തിലുള്ള ഒരു ലോബി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മന്ത്രി അതിന് മറുപടിയുമായി നൽകിയത്. ഒപ്പം തന്നെ ഈ ഡാമുകൾ കേന്ദ്രീകരിച്ചുള്ള സീപ്ലെയിൻ സാധ്യതകൾ ഇനി വരുന്ന ഘട്ടങ്ങളിലും പരിശോധിക്കുമെന്നത് തന്നെയാണ് മന്ത്രി അറിയിക്കുകയും ചെയ്യുന്നത്. ഒപ്പം മറ്റ് സാധ്യതകളൊക്കെ തന്നെ ഒരുപക്ഷെ വിനോദസഞ്ചാര മേഖലയിൽ 2024 മാത്രം 21% വർധനമാണ് സഞ്ചാരികളിൽ ഉണ്ടായത് അടക്കമുള്ള വിനോദസഞ്ചാര മേഖലകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും മന്ത്രി ഇന്നത്തെ ചോദ്യോത്തരവേളയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സുനിഷ എല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.